എൻ്റെ കുട്ടിക്ക് ആസ്മയുണ്ട്, NCCക്ക് വിടാൻ പറ്റുമോ? ഒ.പിയിൽ കേൾക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഉത്തരവും ഒന്ന് തന്നെയാണ്, തീർച്ചയായിട്ടും വിടാം. NCC പോലത്തെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇതൊന്നും ആസ്മ രോഗികളെ തടസ്സപ്പെടുത്തേണ്ട ഒരു കാരണവുമില്ല. എക്സെപ്റ്റ് ഇത് വളരെ മൂർധന്യാവസ്ഥയിൽ അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര അനിയന്ത്രിതമായ ആസ്മ, അല്ലെങ്കിൽ തീരെ കൂടുതലായിട്ടുള്ള ആശുപത്രിയിലുള്ള രോഗികൾ, ഇവരിലൊക്കെ ഒഴികെ ആസ്മ നമ്മൾ പൊതുവേ ഫിസിക്കൽ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാറുള്ളത്. ഓടുകയും ചാടുകയും കളിക്കുകയും കുട്ടികളുടെ കാര്യത്തിൽ വേണം എന്ന് തന്നെയാണ് എല്ലായ്പ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. ഒരു വ്യത്യാസം പറയാനുള്ളത്, എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്നൊരു വകഭേദമുണ്ട്. അതായത് ഓടുകയും ചാടുകയും അല്ലെങ്കിൽ ആക്ടിവിറ്റി കൂടുമ്പോഴോ നെഞ്ചിടിപ്പ് കൂടി വേർക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് ഇവരിൽ പലർക്കും ആസ്മ ഉണ്ടാകുന്നത്. ഇതിനും ആക്ടിവിറ്റി ചെയ്യണം എന്ന് തന്നെയാണ്. പക്ഷേ 15-20 മിനിറ്റ് മുമ്പ് ഒരു ഇൻഹേലർ എടുത്ത് സാൽബുട്ടമോൾ എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ അവൈലബിൾ ആണ്. ഇതെടുത്തു കഴിഞ്ഞാൽ ഹി ഓർ ഷീ ക്യാൻ ഡു എവറിത്തിങ്. എല്ലാം നോർമലായി തന്നെ ചെയ്യാൻ പറ്റും. മറ്റു കുട്ടികൾക്ക് ചെയ്യുന്നത് പോലെ തന്നെയോ മറ്റു ആൾക്കാർക്ക് ചെയ്യുന്നത് പോലെ തന്നെയോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഭാഗമാണ് ബ്രിട്ടിൽ ആസ്മ, അല്ലെങ്കിൽ പെട്ടെന്ന് കൂടി വരുന്ന ആൾക്കാർ. ഇവരുടെ കാര്യത്തിലും ആക്ടിവിറ്റി എപ്പോഴും നല്ലതാണെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്.